പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി 5 വർഷം ചെലവഴിച്ചത് 362 കോടി രൂപയാണ്. 2021 മുതൽക്ക് 2025 വരെ മോദി 33 വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. 2025 യാത്രകൾക്ക് മാത്രം 67 കോടി രൂപ ചെലവായി. മോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് 25 കോടി രൂപ ചെലവഴിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യസഭയിൽ തൃണമൂൽ MP ഡെറക് ഒബ്രിയാന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം കണക്കുകൾ പുറത്തുവിട്ടത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? മലയാളത്തിൽ ഏറ്റവും ധനികനായിരുന്നെന്ന് വെച്ചാൽ യൂസഫലിയായിരുന്നു. ഇപ്പം ജോയി ആലുക്കാസിൻ്റെ സ്ഥാപന വ്യക്തിയാണ്. ഇപ്പം നമ്പർ 1 ഇന്ത്യയിൽ നമ്പർ 1 പണക്കാരനാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അംബാനിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യം സന്ദർശിച്ചുള്ള ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര. ഇന്ത്യയിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യം സന്ദർശിച്ച ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ളൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിൻ്റെ വികസനത്തിനാണെന്ന് പറയുന്നത് 362 കോടി. ഇതിൽ എത്ര കോടി ചെലവഴിച്ചു എന്ന് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒരുപാട് കണ്ടിട്ട് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഈ വാർത്താ ചാനലിൻ്റെ അടിയിൽ കമൻസൊക്കെ ഞാൻ കണ്ടത്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ഈ 362 കോടി, ഇത്രയും കോടികൾ പോയിട്ട് ഇതിൽ 1 കോടിയുടെയോ എത്ര കോടിയുടെ ലാഭം ഇന്ത്യക്ക് ഉണ്ടായി എന്നാണ് നമുക്കറിയേണ്ടത്. എത്ര കോടിയുടെ ലാഭം ഉണ്ടായി, അതാണ് മെയിൻ കണക്കറിയേണ്ടത്. എന്ത് വികസനമാണ് നടത്തിയതെന്നുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ അതൊക്കെ നയിച്ച് നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഈ 362 കോടി മുടക്കി ഈ രാജ്യത്ത് പോയിട്ട് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് എന്ത് നേട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വരുത്തിയിട്ടുള്ളത്? എത്ര കോടിയുടെ വികസനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ്. ഇടയ്ക്ക് ആ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ 100 കോടിയെങ്കിലും എൻ്റെ മേളിൽ പോയി കാണും. പിന്നെ അതിൻ്റെ എന്താണ് ഇവിടെ വന്നത്? പിന്നെ ഞാൻ പ്രധാനമന്ത്രിയെ കേരളത്തെ രീതി ഞാൻ മാറ്റിമറിച്ച് തരാമെന്ന് പറഞ്ഞ് അന്ന് ശംഖുമുഖം കടപ്പുറത്ത് വന്നിട്ട് പുള്ളി പ്രസംഗം നടത്തിയിരുന്നു. കേരളത്തിന് വേണ്ടി എന്താ ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് അറിയേണ്ടത്.